ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളുടെ അമ്പലമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അമ്പലം താമരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് എടുത്ത് വെച്ച സമയത്ത് നമ്മുടെ ചില ചട്ടികൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെള്ളം ചട്ടിക്കകത്ത് നിൽക്കുന്നില്ല. നമ്മുടെ ഈ ഒരു അമ്പലം അതുപോലെ തന്നെ വേറൊരു നമ്മുടെ വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത്. ഇത് രണ്ടിലും നമുക്ക് ചട്ടി പൊട്ടി ഓട്ടയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണിക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് പൊട്ടുന്നതാണ്, അത് നമുക്ക് സീനില്ല. അപ്പം നമുക്ക് ആ ചട്ടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പോകാം. അമ്മ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ ചട്ടി എടുത്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ട് വെച്ചാൽ വേണ്ടി മാത്രമാണ് അമ്മ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ചട്ടി ഞങ്ങൾ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ചട്ടി പൊട്ടിക്കുന്നത്. അപ്പോൾ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അടിയിലേക്ക് ഞാൻ ചാണകപ്പൊടി ഇട്ടു കേട്ടോ. നമ്മുടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. നമ്മൾ ഈ ആമ്പല് താമരയൊക്കെ വെക്കുമ്പോൾ ചാണകപ്പൊടി മസ്റ്റായിട്ട് ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എല്ലുപൊടി വേണമെങ്കിൽ ഇടാം, ആട്ടൻകാട്ട് ഇടാം. അപ്പോൾ മെയിനായിട്ട് ചാണകപ്പൊടി എന്തായാലും ഇടുക. ആട്ടൻകാട്ടും എല്ലുപൊടിയും ഒഴിവാക്കിയാൽ പോലും നമുക്ക് ചാണകപ്പൊടി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം ചെടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി ഇട്ട ശേഷം നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണ് കേട്ടോ. സാധാരണ മണ്ണ് മതി, എന്തായാലും കുഴപ്പമില്ല. പ്രോട്ടീൻ മണ്ണ് വേണം അങ്ങനെ ഒന്നുമില്ല. സാധാരണ മണ്ണ് എടുക്കുക, അതിനകത്തേക്ക് ഇട്ട് രണ്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആമ്പല് ഇരിക്കുന്നത് അങ്ങേ അറ്റത്തേക്കാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഇപ്പോൾ തന്നെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് പൊക്കി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കാണ് തീരെ വയ്യാന്ന് പറയുന്നത്. അപ്പോൾ അമ്മനെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നേരെ മണ്ണ് നിറച്ചിട്ട് വെള്ളം നിറക്കുന്നതിന് മുമ്പ് തന്നെ ചട്ടി എടുത്തിട്ട് നമ്മുടെ പഴയ സ്ഥലത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചട്ടിൻ്റെ വില 120 രൂപ കേട്ടോ. ഹിന്ദിക്കാർ 100 രൂപയ്ക്ക് തരും, പക്ഷേ എനിക്ക് കടക്കാരൻ 110 രൂപയ്ക്ക് തന്നു. സാരിലെ പോട്ടെ, നല്ല ക്വാളിറ്റിയൊക്കെ തന്നെ. അത്യാവശ്യം താമരയൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ചട്ടി കേട്ടോ അത്. അപ്പോൾ നമ്മുടെ സ്ഥാനത്തോണ്ട് വെച്ച ശേഷം നമ്മൾ ടാപ്പ് തന്നിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് നമ്മൾ നനച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ചളി പോലെ ആക്കി കൊടുക്കുക. ഫുള്ളായിട്ട് നിറയ്ക്കണ്ട, നമുക്ക് ചെടി വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വെള്ളം ഇറങ്ങി പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക, വെച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ. ഇത് പുഴയ്ക്കെടുക്കുക ഇത്തിരി ടാസ്ക് ആയിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ചുറ്റും നല്ല വേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചട്ടി പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ചട്ടി പൊട്ടിച്ചാൽ ഓട്ടയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറെ എന്ത് ചെടികൾ വെക്കാമല്ലോ. ഞാൻ വെണ്ടയ്ക്ക വഴുതിരിങ്ങയൊക്കെ വെക്കാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ചട്ടിയുടെ സൈഡ് മാത്രമേ കുറച്ച് പൊട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ മറ്റേ കുറച്ച് ചെടികൾ ബാക്കിയാണ്. ഞാൻ വീടിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ചെടി ഞാൻ പതുക്കെ ഇങ്ങനെ പുഴക്കെടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല വേരൊക്കെ നല്ല രീതിക്ക് ഓടി വന്നിട്ടുണ്ട്. അതിൻ്റെ ട്യൂബറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് വേര് വന്നിട്ടുണ്ട്. കാരണം ഇത് വെച്ചിട്ടിപ്പം ഒരു 1 ഇയറൊക്കെ ആവുന്നുണ്ട്. 1 ഇയറിൻ്റെ അടുത്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് വേരും അതിന് ട്യൂബറൊക്കെ നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ നിന്നൊക്കെ വേറെ വീട്ട് കിട്ടി. ഇനി നമുക്ക് ആ വേരിലുള്ള ചളികളും ഒക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകണം. അപ്പോൾ ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ആ ട്യൂബർ നല്ല അത്യാവശ്യം നല്ല വലിയ ട്യൂബർ കേട്ടോ. പിന്നെ അതിൻ്റെ വേരുകൾ നമ്മൾ പൊട്ടിച്ച് കളയുക. പുതിയതായിട്ട് നടുമ്പോൾ നമ്മൾ വേര് പൊട്ടിക്കുക. ഇതാണ് കാണുന്ന ട്യൂബർ കേട്ടോ. പക്ഷെ എനിക്ക് ട്യൂബർ മാറ്റണമെന്ന് എനിക്കറിയില്ല. ഞാനത് വിളിച്ച് ചോദിക്കണം, ആരുടെയെങ്കിലും അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് വിളിച്ച് ചോദിക്കണം. അപ്പം നമ്മുടെ പ്ലാന്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേരെല്ലാം ഞാൻ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. കുറച്ച് വേര് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ട്യൂബർ ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പാത്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഒന്ന് കുഴിയാക്കുക. ഞാൻ വെച്ചിട്ട് ഇത്തിരി ചരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, സൈഡിലോട്ടായി പോയിട്ടുണ്ട്. അത് നമുക്ക് നേരെ ആക്കാം. അപ്പം നമ്മുടെ പ്ലാന്റ് കറക്റ്റ് സെൻറ്ററിലോട്ട് വെച്ചാൽ, അപ്പോൾ ഞാൻ സെൻറ്ററിലല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചളിയൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് ഒപ്പ് വെക്കുക. വേരുകൾ കംപ്ലീറ്റ് താഴത്തോട്ട് പോവുക. അതിൻ്റെ പുതിയ മുട്ടുകളും അതുപോലെ തന്നെ പുതിയ ഇലകളൊക്കെ മേലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാന്റ് നടുക. ശേഷം നമ്മളുടെ പൈപ്പ് തുറന്നു കൊടുക്കട്ടെ. ചെറിയ രീതിയിലൊരു ടാപ്പ് വെള്ളം മതി. വലിയ ഓസൊക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പം പ്ലാന്റ് കേടാവില്ല, എങ്കിലും ചെറിയ രീതിക്ക് വെള്ളം കയറിയാൽ മതി. അതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റും കൂടെ ഒന്ന് റീപോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നനവുണ്ടെങ്കിലും ഇത് ഡ്രൈ ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പേർത്തിയെടുക്കാൻ കുറച്ച് പാട് വിട്ടു. ഞാൻ കൈ കൊണ്ട് പുഴയ്ക്ക് വരുന്നു വിചാരിച്ചു, പക്ഷേ അത് കൈ കൊണ്ട് പുഴക്കിട്ട് വന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനൊന്ന് മറിച്ചിടാമെന്ന് വിചാരിച്ചു. മറിച്ചിട്ട് ഞാൻ പ്ലാന്റ് കെട്ടിയിട്ടൊക്കെ പേടിച്ചു പോയി. പക്ഷേ അത് ഈസി ആയിട്ട് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്ക് വേര് കുറേ തൈകൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ ചട്ടി ഞങ്ങളുടെ മാറ്റി വെച്ചു. ഇനി നമുക്കിതും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ വേരിലുള്ള മണ്ണുകളൊക്കെ എടുത്ത് ഇളക്കി മാറ്റാം. പ്ലാന്റിൻ്റെ വേരും പ്ലാന്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, പഴയ മണ്ണോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അത് ഓരോരോ തൈകളായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ വെറൈറ്റി, ഇതിൻ്റെ പൂവ് എന്താ വെച്ചാൽ നല്ലൊരു വൈറ്റ് കളർ പൂവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റാണ്. നമ്മുടെ ജാപ്പോണിക്കയുടെയൊക്കെ ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു വെറൈറ്റി ചെടിയാണ്. അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ജെയ്ഡോ അങ്ങനെ എന്തായിരുന്നു എൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ താഴെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ അതിൻ്റെ പേര് ഇപ്പം എനിക്ക് കറൻറ്റ്ലി ഞാൻ വോയിസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു പേര്. അപ്പം ഓരോ തൈകളും ഞാനിങ്ങനെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്താണ്. നമ്മൾ പുതിയ വേര് ചെടി വെക്കുമ്പം വേരൊക്കെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ
നല്ല ചെടിക്ക് കുറച്ചുകൂടി നല്ല ഗ്രോത്തും കിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ തൊട്ട് അപ്പുറത്തെ ആ വെള്ളത്തിൽ ഇട്ടിരിക്കണം കേട്ടോ. നമ്മൾ ഇനി നടുമ്പം ഇടാമല്ലോ. അപ്പം നമ്മുടെ പ്ലാന്റ് നടാനുള്ള പാത്രത്തിലേക്ക് ഞാൻ വീണ്ടും നമ്മുടെ ആമ്പൽ നട്ട സെയിം പ്രോസസ്സ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് പ്ലാന്റ് വെക്കുമ്പം വളരെ ഈസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. പ്ലാന്റ് ചിലപ്പം മുകളിലോട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചളി പോലെ ആക്കുക, വെള്ളം ഒന്ന് കലക്കി മറിച്ചെടുക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ ഉണ്ട്. ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ തൈകൾ ഞാൻ ചുറ്റും നടാൻ വേണ്ടി പോകാം കേട്ടോ. കാരണം അടുപ്പിച്ച് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചുറ്റും പോട്ടിൻ്റെ ചുറ്റും ഞാൻ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് അവിടെ വെള്ളം നിറഞ്ഞോളും. ഇനി ബാക്കി കുറച്ച് ചെടികളും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ആ പോട്ടിനകത്ത് തിരികെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊട്ടും ഭംഗി ഉണ്ടാവില്ല, ചെടികൾ വൃത്തിയിലൊന്നും വരില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെടികൾ ഇതേപോലെ പാത്രങ്ങളിലാക്കി വെച്ചാലും മതി. ഇത്രയും വലിയ പാത്രങ്ങൾ വേണമെന്നൊന്നുമില്ല. ഇതേപോലെ കുഞ്ഞു പാത്രങ്ങളിലാണെങ്കിലും അസലായിട്ട് വന്നോളും, നല്ല രീതിക്ക് പൂവൊക്കെ തരും. അപ്പോൾ ആ പാത്രത്തിൽ കുഞ്ഞു പാത്രത്തിൽ വെക്കാനുള്ളത് കഴിഞ്ഞു. അപ്പം ഇനിയും കുറേ തൈകൾ ബാക്കിയുണ്ട്. എനിക്ക് ചെടികളിങ്ങനെ കളയാമെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ബാക്കിയുള്ളത് നമ്മുടെ പഴയ ആമ്പൽപ്പോട്ട് എടുക്കുന്നത്. സൈഡ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അപ്പം മേൽഭാഗത്തേക്ക് മാത്രമേ കുറച്ച് വെള്ളം വറ്റുള്ളൂ, അടിഭാഗത്തൊക്കെ വെള്ളം നിൽക്കും. അപ്പോൾ ഇതിന് വലിയ നിറച്ച് വെള്ളമൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള തൈകൾ ഞാൻ അവിടെ തന്നെ നട്ടും വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അപ്പം നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പം നമ്മുടെ പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ബാക്കിയുള്ള പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിനകത്ത് നമ്മൾ മറ്റേ ജാപ്പോണിക്കയുടെ പോലെ തന്നെ വേറെയും കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും വാച്ച് ചെയ്യാം, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പം നമ്മുടെ പ്ലാന്റൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, എല്ലാത്തിനും വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആമ്പലും അതുപോലെ നമ്മുടെ ഈ വെറൈറ്റി പൂവൊക്കെ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെടികളും പ്ലാന്റ്സും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ. വീണ്ടും അടുത്തൂടെ കാണാം.